ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഒരാളെ വരയ്ക്കാം അല്ലെങ്കിൽ പോർട്രേറ്റ് വരയ്ക്കാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്താം. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുകയാണ്. ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞു ഒരു ഫേസ് നമ്മളൊരു പേപ്പറിൽ കൊടുക്കുന്നത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കണമെന്ന്, എത്രത്തോളം വേണമെന്നൊക്കെ. ജസ്റ്റ് ഏകദേശം ഇത്ര വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ റൗണ്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഫേസ് ഇത്രത്തോളം മതി എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഓരോ ഭാഗങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ തലയൊരു വശം, ഈ ഒരു ഭാഗം, ദെൻ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് കൊണ്ടുവരിക ഈ പ്രപ്പോർഷൻ അനുസരിച്ച്. ഒരു ഇത്ര വരും, ഈ നോസ് ഇത്ര, അല്ലെങ്കിൽ കണ്ണ് ഇതിന് മേലെ കണ്ണ് ഇത്രയും ചെറുതായിട്ട് വരയ്ക്കണം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതിന് എത്രത്തോളമാണ് ഈ മൂക്ക് വരിക എന്ന് നമ്മൾ നോട്ട് ചെയ്യുക. മൂക്ക് ചെറുതാണ്. അതിനുശേഷം ചുണ്ട്, ഓക്കെ, ഫേസിൻ്റെ ഒരു ലെങ്ത്ത് കാര്യങ്ങൾ, കണ്ടോ. ജസ്റ്റ് സിമ്പിളായിട്ട് സ്കെച്ച് ചെയ്തിടാം, നമുക്ക് മായ്ക്കാൻ എളുപ്പത്തിലും. തെറ്റട്ടെ, ബിഗിനേഴ്സ് ആകുമ്പോൾ തെറ്റും. തെറ്റിക്കഴിഞ്ഞാൽ മാച്ച് ശരിയാക്കുക. നമുക്ക് തെറ്റ് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. തെറ്റ് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. പിന്നെ ഈ ഷെയ്ഡുകളൊക്കെ നോട്ട് ചെയ്യുക. ഷെയ്ഡുകൾ കൊണ്ട് ഈ ഓരോ ആകൃതി, ഈ കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഇവിടെ ഇത്ര ഫേസ് ഇത്ര ഇറക്കണം എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഇറക്കണം. പല വീഡിയോ ചാനലിലും ടൈം ലാപ്സ് വീഡിയോ ആണ് ഇടുക. ഞാനിവിടെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നോർമൽ വീഡിയോ ഇടുന്നത്. അതും അങ്ങനെ സ്പീഡായിട്ട് നമുക്ക് എങ്ങനെ സ്കെച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഇവിടെ നോട്ട് ചെയ്യാം. ഇവിടെ ഹാച്ചിങ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡ്രോയിങ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പം ഹാച്ചിങ് മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് ഓരോ നമ്മൾ ജസ്റ്റ് സ്കെച്ച് ചെയ്ത് മാത്രം വെച്ചിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതിൻ്റെ ഡിസ്റ്റൻസ്, പുരികത്തിൻ്റെ ആകൃതി, പിന്നെ ഇവിടെ വരുന്ന ഷെയ്ഡ്, ഇവിടെ മുടി ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇത് പെട്ടെന്ന് വരയ്ക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചായ ഇങ്ങനെ വന്നില്ല എന്നിരിക്കാം. കാരണം ജസ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇടുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഷെയ്ഡ് വരുന്നത് എന്നൊക്കെ.
അതുപോലെ ഷെയ്ഡ് നോട്ട് ചെയ്യുക. ഡാർക്ക് പോർഷൻസ് അത്രയും ഡാർക്ക് ആക്കുക. പിന്നെ യൂട്യൂബ് ചാനൽ അത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഷെയ്ഡുകൾ നോട്ട് ചെയ്താൽ ജസ്റ്റ് മതി. ജസ്റ്റ് പ്രൊപ്പോർഷൻ കറക്റ്റ് ആക്കിയിട്ട് ഷെയ്ഡുകൾ നോട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതുവരെ ഞാൻ റബ്ബറൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഇത് വരച്ചിട്ടുള്ളത്. പല തെറ്റുകളും ഉണ്ടാവും. നമുക്ക് ഏകദേശം ചായ കിട്ടാന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ലീനിയർ ഹാച്ചിങ്ങും ക്രോസ് ഹാച്ചിങ്ങും ആയിട്ട് മെയിനായിട്ട് നോക്കുക. ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂട്യൂബിൽ നോർമൽ വീഡിയോ ഇടാനുള്ളൊരു താല്പര്യം കൊണ്ടും പിന്നെ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിലിംഗ് അല്ലാതെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം എടുത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ ചെയ്ത് പഠിക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാത്തവർക്കായി എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്ത കുറേ പേരുണ്ടാവും നമ്മളെ ഡ്രോയിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ, അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചുണ്ടിൻ്റെ അവിടെയൊക്കെ നല്ല ഡാർക്ക്നെസ് വരും കേട്ടോ. നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിൽ കൂടി ചുണ്ടിൻ്റെ അവിടെ നല്ല ഡാർക്ക്നെസ് വരും. അത് നമ്മളിപ്പോൾ നോട്ട് ചെയ്യണം.
ഞാൻ പെട്ടെന്ന് വരച്ചതാണ്, അതിൻ്റെ പോരായ്മകൾ ഉണ്ടാവും. മൂക്കിൻ്റെ അവിടുത്തെ ഷെയ്ഡൊന്നും നോട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കൊരാളെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. നമ്മൾ പേടിച്ചിരുന്ന അവിടെ ഇരിക്കുള്ളൂ. പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. വെറുതെ ഒരു പടം നമ്മൾ ഡെയിലി വരച്ച് നോക്കുക. ഏതെങ്കിലും എടുത്ത് വാരിക എടുത്തിട്ടോ അല്ലെങ്കിൽ ഫോണിൽ പിക്സ് ഡൗൺലോഡ് ചെയ്തിട്ടോ നമ്മൾ ഡെയിലി പ്രപ്പോർഷൻ കറക്റ്റ് ചെയ്ത് പഠിക്കുക. തെറ്റണേ തെറ്റട്ടെ, നമ്മൾ തെറ്റ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇത് ബിഗിനേഴ്സിനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇത്രയും ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റ് ചെയ്തിട്ടുള്ള ഓരോ ഭാഗങ്ങളും ഇങ്ങനെ എടുത്തെടുത്തിട്ട് കാണിക്കാം. ഇക്കൊരു വിധം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ചായ പോയിട്ടുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്.